ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇക്ബാൽ. നമ്മൾ അഗൈൻ കാലിക്കറ്റ് മിഡ്ലൈറ്റ് ഫർണിച്ചറിൽ എത്തിയിട്ടുണ്ട്. മൂസിക് നമ്മൾ ഏതാണ് ഇപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ബെഡിനെ പറ്റിയിട്ടാണ്. ബെഡിനെ ഇതിപ്പോ ബെഡ് കേരള ഗവൺമെന്റിന്റെ കൊയർ ക്രാഫ്റ്റ് എന്ന് പറഞ്ഞ കമ്പനിയാണ്. കൊയർ ക്രാഫ്റ്റ് ഇതിൻ്റെ അത് ഗവൺമെന്റിന്റെ സിമ്പലും കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ ഗവൺമെന്റിന്റെ ആയതുകൊണ്ട് തന്നെ ഇത് കുറച്ചും കൂടെ ക്വാളിറ്റി എല്ലാത്തിലും കൂടുതലുണ്ടാവും, ക്വാളിറ്റി അഷ്യൂർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് ഇതിപ്പോൾ സ്പ്രിങ് ബെഡാണ്. ഇതിനകത്ത് സ്പ്രിങ് വരുന്നുണ്ട്, കൊയർ മാത്രമുണ്ട്, പോക്കറ്റ് സ്പ്രിങ് ഉണ്ട്, ബോണൽ സ്പ്രിങ് ഉണ്ട്. ഈ ബോണൽ സ്പ്രിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് ബെഡ് എപ്പോഴും ഒരു സ്പ്രിങ് ബെഡിൽ ഇങ്ങനെ നിരത്തി വെച്ചേക്കുന്ന ഒരു ഇതിലാണ് ബോണൽ സ്പ്രിങ് വരിക. അതൊരു നോർമൽ ആൾക്കാർക്ക് എപ്പോഴും ബോണൽ സ്പ്രിങ് ആണ് പറ്റുള്ളൂ, അഫോർഡബിൾ ആണ്. പക്ഷേ പോക്കറ്റഡ് എപ്പോഴും കുറച്ചും കൂടെ പ്രീമിയം ആണ്, അതുപോലെ തന്നെ കംഫർട്ടും കൂടുതലാണ്. ഇതിന് നമുക്ക് കിടന്ന് നോക്കുമ്പോൾ രണ്ടിനും മാറ്റം മനസ്സിലാവും. ഇതിപ്പോൾ കൊയർ ക്രാഫ്റ്റിൻ്റെ 75-60 എന്ന് പറഞ്ഞ മെഷർമെൻറ്റിലാണ് നമുക്ക് ഈ ബെഡ് വരുന്നത്. ഇതിൻ്റെ ഈ ബെഡിന് നമുക്ക് കോസ്റ്റ് വരുന്നത് നമുക്ക് എന്തായാലും ഒരു 15-16 രൂപ കോസ്റ്റ് വരും. ഇതിന്റെ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് കൊയർ ബെഡ് ആണെങ്കിൽ ഇതിൻ്റെ അകത്ത് മെയിൻ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിനകത്ത് EP ഷീറ്റ് വരില്ല. ഇതിനകത്ത് EP ഷീറ്റ് സാധനം ഉണ്ടാവില്ല. ഇതാണ് ഈ EP ഷീറ്റ് എന്ന് പറഞ്ഞ സാധനം. ഇത് ആൾക്കാർക്ക് പെട്ടെന്ന് EP ഷീറ്റ് എന്താന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ കൊയറിന്റെയും സോഫ്റ്റ് ഫോമിന്റെ ഇതിൻ്റെയൊക്കെ കുറച്ചിട്ട് ഈ സാധനം കൂട്ടുമ്പോൾ ഈ ഒരു ഷീറ്റിന് 800 രൂപ, ഇനിയിപ്പോൾ 75-72 കിങ് സൈസിന്റെ ബെഡിന് ഒരു 900 രൂപയ്ക്ക് EP ഷീറ്റിന് ഒരു ഷീറ്റിന് വില വരുന്നുള്ളൂ. ഈ സാധനം നമുക്ക് ബെഡിൽ കൂട്ടി കഴിഞ്ഞാൽ വില കുറയും. ബെഡ് നമുക്ക് ഒരു 75-60, 6.25-6 അല്ലെങ്കിൽ 6.25 ഇതൊക്കെ നമുക്ക് ചെറിയ പ്രൈസിന് കൊടുക്കാൻ പറ്റും ബെഡ്. അതാണ് ഇതിൻ്റെ അകത്ത് നമുക്ക് ഒരിക്കലും അറിയാൻ പറ്റില്ല. ബെഡ് നമുക്ക് ഒരിക്കലും കീറി വെക്കാൻ പറ്റുമല്ലോ. ഇതാണ് ആൾക്കാർ കോമ്പറ്റേറ്റീവ് ആയിട്ട് വിൽക്കുമ്പോൾ വില കുറയ്ക്കാനുള്ള മെയിൻ സാധനം ഇതാണ്. ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ എക്സാമ്പിൾ നമ്മൾ ഈ വണ്ടിയുടെ സീറ്റിന്റെ അടിയിലൊക്കെ ഈ സാധനം വരുന്നത്. ചൂട് ഇത് പരിധി വിട്ട് കൊണ്ട് ഒരു ബെഡിലുണ്ടെങ്കിൽ നമുക്ക് ചൂട് വരും, ചൂട് കൂടും, ബെഡിൽ ചൂട്, നമ്മൾ കിടക്കുമ്പോൾ നമ്മുടെ ശരീരം ചൂടാവും. അപ്പോൾ ഇതില്ലാതെയാണ് നമുക്ക് കൊയർ ക്രാഫ്റ്റിന്റെ ബെഡ് മെയിനായിട്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിന് പ്രൈസ് കൂടും, അതുപോലെ തന്നെ ക്വാളിറ്റി കൂടും. നമ്മളിതിൻ്റെ അത് PU ഫോം, പോക്കറ്റഡ് സ്പ്രിങ്, പിന്നെ റീബോണ്ടഡ് ഫോം എന്താണെന്ന് വെച്ചാൽ ഇതിപ്പോ നമ്മൾ കൊയർ ബെഡിൽ ചെയ്യുന്നത്. ഇതാണ് ഇപ്പൊ നമ്മൾ കൊയർ ബെഡാണ്. ഇത് PU ഫോമാണ്, ഇത് കൊയറാണ്, റീബോണ്ടഡ് ഫോം. പിന്നെ ഇങ്ങനെയാണ് ഇതിന്റെ ഫില്ലിങ്സ് വരുന്നത്. ഇത് വരുമ്പോൾ നമുക്ക് മെഡിക്കേറ്റഡ് ആണ്. മെഡിക്കേറ്റഡ് എന്ന നടുവേദന അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് എപ്പോഴും ബെറ്റർ ആണ്. ഇല്ല, ഈ സാധനം ഇത് ഇങ്ങനെ ഇത് ഈ ഭാഗത്ത് ഇത് ഇത്രയും കൂട്ടി കഴിഞ്ഞാല് നമുക്ക് ബെഡിന് ഭയങ്കരമായിട്ടുള്ള വില കുറയ്ക്കാം. ഇപ്പൊ 8 ഇഞ്ച് 10 ഇഞ്ചൊക്കെ നമുക്ക് ഇത്രയും പോർഷനിൽ അല്ലെങ്കിൽ ഇത്രയും പോർഷനിൽ ഈ സാധനം കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് നമുക്ക് വില കുറയ്ക്കാൻ പറ്റും. അതാണ് കോമ്പറ്റേറ്റീവ് ആയിട്ട് വിൽക്കുമ്പോൾ ഉള്ള പ്രശ്നങ്ങൾ വരുന്നത്. പക്ഷെ നല്ല സാധനത്തിന് എപ്പോഴും വില കുറയ്ക്കണം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടില്ലേ, നല്ല സാധനത്തിന് നമ്മൾ എപ്പോഴും വില കൊടുക്കണം. കാരണം വെച്ചാൽ അപ്പൊ അതിൻ്റെതായ ക്വാളിറ്റി ഉണ്ടാവും. അതാണ് ഇതിൻ്റെ അകത്ത് മാറ്റം വരുന്നത്. ശരിക്കുള്ള ബെഡിന്റെ ഒറിജിനൽ ബെഡിന്റെ സ്ട്രക്ചർ ഇങ്ങനെ വരും. സ്പ്രിങ്ങിന് യൂസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഇവിടെ സ്പ്രിങ് വരും, പോക്കറ്റഡ് ഒരു ലെയറിൽ സ്പ്രിങ് വരും. ആൾക്കാരുടെ ഒരു വിചാരം എന്താണെന്ന് വെച്ചാല് സ്പ്രിങ് ബെഡിൽ കൊയർ വരില്ല എന്നാണ് വിചാരമുണ്ട്. സ്പ്രിങ് ബെഡിൽ കൊയർ വരുന്ന സ്പ്രിങ് ബെഡും ഉണ്ട്. അതാണ് ഇതിന്റെ മാറ്റം വരുന്നത്. അപ്പം നല്ല കമ്പനിയുടെ സാധനം എടുക്കുകയാണെങ്കിൽ എപ്പോഴും നല്ല സാധനം കിട്ടും. അതല്ല വേറെ കാര്യമുണ്ട്, വില കുറച്ച് സാധനം ഉണ്ടാവും, വില കുറച്ച് നമുക്ക് കൊടുക്കാം. അങ്ങനെ കൊടുക്കണമെങ്കിൽ അപ്പോൾ ഇതിന്റെ ഉണ്ടാവും. നമ്മൾ ആൾക്കാരോട് പറഞ്ഞിട്ട് ഈ സാധനങ്ങൾ വിൽക്കാറുള്ളൂ. അപ്പം കൊയർ ക്രാഫ്റ്റിന്റെ കഴിഞ്ഞ് കൊയർ ക്രാഫ്റ്റ് നമുക്ക് പിന്നെ വേറൊരു കൊയറും ഇതും കൂടെ വരുന്നത് മാത്രമുണ്ട്, EP ഷീറ്റ് ഇല്ലാണ്ട്. അത് നമുക്കൊരു 10,000 rupees ഒക്കെ വരും കൊയർ ബെഡിന്. നമുക്കൊരു 9,000 തൊട്ട് കൊയർ ക്രാഫ്റ്റിന് സ്റ്റാർട്ടിങ് ഉണ്ട്. ഇല്ല, നമുക്ക് കൊയർ ക്രാഫ്റ്റിന്റെ സിയോൺ ഉണ്ട്, ഹയർ ഉണ്ട്, കൊയറോൺ ഉണ്ട്, എല്ലാത്തിൻ്റെ ഉണ്ട്. പിന്നെ ഇതിന്റെ കുറഞ്ഞ 4 ഇഞ്ചുള്ള ബെഡുകളും ഉണ്ട്. ഇത് 75-48 എന്ന് പറഞ്ഞ സൈസാ. എന്നുവെച്ചാല് 6.25-4 എന്ന് പറഞ്ഞ ബെഡാണ് ഇത്. എന്നുവെച്ചാൽ ഒരാൾക്ക് കിടക്കാനുള്ള ബെഡാണ് ഇത്. ഇതിലും ചെറിയ സൈസ് ഉണ്ട്, 6.3 അല്ലെങ്കിൽ 6.25-3. ഇതിൻ്റെ അകത്ത് നമുക്ക് EP ഷീറ്റ് വരും. അപ്പൊ നമുക്ക് കോമ്പറ്റേറ്റീവ് ആയിട്ട് വിൽക്കാം. ഇനിയിപ്പോൾ നമ്മൾ കസ്റ്റമർ പറയാണ് EP ഷീറ്റ് ഇല്ലാണ്ട് വേണമെന്ന് പറയാണ്, അപ്പൊ നമുക്ക് EP ഷീറ്റ് ഇല്ലാണ്ട് നമുക്ക് മാനുഫാക്ചറിങ് ഉണ്ട്. ഏത് രീതിയിൽ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. EP ഷീറ്റ് വെച്ചിട്ടോ ഇല്ലാണ്ടോ പോക്കറ്റഡോ അതിന് കംഫർട്ട് കൂട്ടിയിട്ടോ. ഇത് പിന്നെ നമുക്ക് ഇത് മെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്യാം. അതിപ്പോ ഇനിയിപ്പോ 6x3 ആണെങ്കിൽ നമുക്ക് മെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ വേറൊരു സാധനമുണ്ട്, മെമ്മറി ഫോം അല്ലെങ്കിൽ ലാറ്റക്സ് എന്ന് പറയും. അതിനകത്ത് 2 പരിപാടിയുണ്ട്. ഈ ലാറ്റക്സിൽ ലാറ്റക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ എന്താ പറയാ റബ്ബറിന്റെ സാധനമാണ്. ഇതിങ്ങനെ നെക്കി കഴിഞ്ഞാൽ ഇത് വീണ്ടും പഴയ ഫോമിലേക്ക് വരും.
അത് ഇതിന്റെ നമ്മുടെ ആ ബെഡിന്റെ ഒരു നമ്മൾ പീസ് കാണിച്ച ലാറ്റക്സ് ഉണ്ട്. ലാറ്റക്സ് വരുമ്പോൾ എപ്പോഴും നമ്മൾ നെക്കി കഴിഞ്ഞാൽ ഇത് വീണ്ടും പഴയ ഫോമിലേക്ക് തന്നെ തിരിച്ചു വരും. ഭയങ്കര കംഫർട്ട്. കിടന്നാൽ ആൾക്കാർ പറയും ഹോട്ടലിലൊക്കെ കിടക്കുന്ന ബെഡിൽ കുഴിഞ്ഞു പോകണ എന്താ സംഭവം. അത് വയർ സ്പ്രിംഗ് ബെഡാണ്. അത് വയർ സ്പ്രിംഗ്. അത് നമ്മൾ കംഫർട്ട് വെച്ചാൽ അത്രയും കൂടുതൽ എപ്പോഴും നമ്മൾ അതിന് കിടന്ന നടുവേദന എടുക്കും. കുഴിഞ്ഞു നിൽക്കും. പക്ഷേ ഈ ലാറ്റക്സിലും അല്ലെങ്കിൽ ഇതിൻ്റെ അകത്തുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കിടന്ന ഭാഗം കുഴിഞ്ഞു പോകും. അപ്പം നമുക്ക് നടുവേദന കാര്യങ്ങൾ വരില്ല. പിന്നെ അങ്ങനെ ഉള്ളവർക്ക് പ്രശ്നം ഉണ്ടെങ്കിൽ, അങ്ങനെ കുഴിഞ്ഞു പോകേണ്ടവർക്ക് ഈ നടുവേദന ഉള്ള സമയത്ത് നമ്മൾ റീബോണ്ടഡും ചെയ്യും. ഇപ്പം 6 ഇഞ്ചിൻ്റെ ബെഡാണെങ്കിൽ അല്ലെങ്കിൽ 8 ഇഞ്ചിൻ്റെ ബെഡാണെങ്കിൽ 4 ഇഞ്ച് റീബോണ്ടഡും 4 ഇഞ്ച് നമ്മൾ ലാറ്റക്സ് അല്ലെങ്കിൽ മെമ്മറി ഫോം യൂസ് ചെയ്യും. അപ്പോൾ വെച്ചാൽ നടുവേദന ഇല്ലാത്തപ്പോൾ ഇതിലും, നടുവേദന ഉള്ളപ്പോൾ നമുക്ക് തിരിച്ചു വിടാം, തിരിച്ച് മറിച്ചു വിടാം. എൻ്റെ ബ്രദറിന് ഞാനിപ്പോൾ ചെയ്ത് കൊടുത്താൽ, മൂപ്പർക്ക് നടുവേദന ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ ബ്രദറിന് 8 ഇഞ്ചിൻ്റെ 4 ഇഞ്ച് വെച്ച് ചെയ്ത് കൊടുത്താൽ. അപ്പോൾ അതാണ് എൻ്റെ മാറ്റങ്ങൾ വരുന്നത്. ഇതൊക്കെ നമുക്ക് EP ഷീറ്റ് ഉണ്ടാവും, വില കുറച്ച് കൊടുക്കാം. EP ഷീറ്റ് ഇല്ലാണ്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. നമുക്ക് സിയോണിൻ്റെ ബെഡാണ് വരുന്നത്. സിയോൺ എന്ന് പറഞ്ഞ കമ്പനി നല്ല മാട്രസ് ആണ്, അത്യാവശ്യം നമുക്ക് മൂവിങ് ഉള്ളതാണ്. ഇത് സ്പ്രിംഗ് ആണ്. ഈ സ്പ്രിംഗ് നമുക്ക് 75-60, 6.5 അതാണ് സ്റ്റാൻഡേർഡ് സൈസ് വരുന്നത്. ഈ ബെഡൊക്കെ നമുക്കൊരു 10,500 കൊടുക്കാൻ പറ്റും. ഇതിന് 5 ഇയർ വാറണ്ടിയാണ്. നമ്മൾ ചെയ്യുന്ന ബെഡിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ സർവീസ് വാറണ്ടീനേക്കാളും കൂടുതൽ റീപ്ലേസ്മെൻ്റ് ആയിരിക്കും. പിന്നെ ചെറിയ എന്തെങ്കിലുമൊക്കെ കംപ്ലൈൻ്റ് ആണെങ്കിൽ സർവീസ് ചെയ്ത് കൊടുക്കുകയുള്ളൂ. അതിനേക്കാളും കൂടുതൽ സാധനം നമുക്ക് ഷോപ്പിലൂടെ എത്തിച്ചു കഴിഞ്ഞാൽ പുതിയ പീസ് അവർക്ക് കൊടുക്കും, റീപ്ലേസ്മെൻറ്റ്. കാരണം വെച്ചാൽ നമുക്ക് ഇതിൻ്റെ പുറകെ നടക്കാൻ സമയമില്ല. അതുമല്ല, നല്ല സാധനങ്ങളൊക്കെ സർവീസ് ആണല്ലോ എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. ഇപ്പം നിങ്ങളൊരു സാധനം എടുത്തു കഴിഞ്ഞാൽ നാളെ ഒരു കംപ്ലൈൻറ്റ് പറയുമ്പോൾ നമ്മളത് സർവീസ് പെട്ടെന്ന് ആൾക്കാർക്ക് എല്ലാവരും ബിസി ആയിട്ടുള്ള ടൈമാണ്, ആർക്കും ഇതിൻ്റെ പുറകെ നടക്കാൻ സമയമില്ല. സൊല്യൂഷനാണ് എല്ലാവർക്കും വേണ്ടത്. അപ്പം ഇത് നമുക്ക് ആ റേറ്റിന് കൊടുക്കാൻ പറ്റും. ഇതിൻ്റെ പിന്നെ 8 ഇഞ്ചുണ്ട്. അപ്പോൾ അതിൻ്റെ ചെറിയ ചെറിയ മാറ്റങ്ങൾ എല്ലാത്തിലും വരും. പിന്നെ ഇതിൻ്റെ കൊയറുണ്ട്. അതാകുമ്പോൾ നമുക്കൊരു 9,500 വരും. അപ്പോൾ അതിൻ്റെ ഇത് പിന്നെ അവർ തന്നെ സ്പ്രിങ് ആണ്, അതിൻ്റെ അവർ മെഡിക്കേറ്റഡ് ഉണ്ട്. അതാവുമ്പോൾ നമുക്ക് അതിൻ്റെതായ രീതിയിൽ റേറ്റ് ഒരു 12 രൂപയൊക്കെ റേറ്റ് വരും മെഡിക്കേറ്റഡ്. നമ്മൾ റീബോണ്ടഡ് ഫോം, കൊയർ, ബെഡിന് പല പല കമ്പനികളുണ്ട്. ഇതിൻ്റെ അകത്ത് EP ഷീറ്റ് വരാത്ത സാധനം. ഇനിയിപ്പോൾ അവർക്ക് വേണമെങ്കിൽ ചെയ്ത് കൊടുക്കാം. പിന്നെ ബെഡിൻ്റെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ വില കൂടാനുള്ള കാരണം ഇതാണ് ബെഡിൻ്റെ ക്വിൽറ്റ് എന്ന് പറയുന്നത്. ഈ മേളത്തെ ഈ സാധനം ഇത് കോട്ടൺ ആണ്. ഇതിനകത്ത് കോട്ടണും പിന്നെ ബാമ്പൂവിൻ്റെ ഇതും കൂടെ മിക്സ് ആയിട്ട് വരുന്നതാണ്. അപ്പോൾ ഇത് വരുമ്പോൾ നമുക്ക് ഇത് റേറ്റ് കൂടും. ഈ ക്വിൽറ്റ് നല്ലതാവുമ്പോൾ റേറ്റ് കൂടും. കോമ്പറ്റേറ്റീവ്സ് എന്താ ചെയ്യുന്നത് വെച്ചാൽ ക്വിൽറ്റ് ലോക്കൽ അടിച്ചിട്ട് റേറ്റ് കുറയ്ക്കാൻ പറ്റും. EP ഷീറ്റ് ഇട്ട് വീണ്ടും റേറ്റ് കുറയ്ക്കാൻ പറ്റും. സ്റ്റാൻഡേർഡ് ക്വിൽറ്റിന് എപ്പോഴും നമുക്ക് പ്രൈസ് വരുന്നുണ്ട്. അതാണ് ഇതിൻ്റെ മാറ്റം വരുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞില്ലേ കൊയർ ക്രാഫ്റ്റിൻ്റെ സിംഗിൾ ബെഡ് ഉണ്ട്. ഈ സിംഗിൾ ബെഡൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് കോസ്റ്റ് വരുന്നത് ഞാൻ പറഞ്ഞുതരാം. 3,650 രൂപ ഈ സിംഗിൾ ബെഡിന് വരുന്നുണ്ട്. പക്ഷേ ഇത് കമ്പാരിറ്റീവ്ലി കൂടുതലാണ്. സാധാരണക്കാരന് ഇത് കൂടുതലാണ്. കാരണം വെച്ചാൽ ഇതിന്റെ മാർക്കറ്റ് റേറ്റിൽ നമുക്ക് 2,000 രൂപ റേറ്റിന് 2,500 റേറ്റിന് ബെഡ് കിട്ടുന്നുണ്ട്. ഇതിപ്പോ നമ്മൾ അങ്ങനെ ആൾക്കാർക്ക് ചെയ്ത് കൊടുത്തേക്കുന്ന മോഡലാണ് ഹയർ എന്ന് പറഞ്ഞത്. ഇതിപ്പോ ഇപ്പോ നമുക്കിവിടെ സ്കൂള് അല്ലെങ്കിൽ ഹോസ്റ്റൽസിന്റെ ഒക്കെ ടൈമാണ്. അപ്പം എല്ലാവർക്കും അഫോർഡബിൾ അല്ല. അങ്ങനെ അഫോർഡബിൾ അല്ലാത്തവർക്ക് നമുക്ക് അഫോർഡബിൾ ആക്കി ചെയ്ത് കൊടുക്കുന്നതാണ്. ഇതൊക്കെ നമുക്ക് ഒരു 6x3 ഒക്കെ മെഷർമെന്റിൽ നമുക്കൊരു 2,400 കൊടുക്കാൻ പറ്റും. പിന്നെ ഇതാണ് നമ്മുടെ നമ്മൾ ഗവൺമെന്റ് ഓർഡർ ഒക്കെ ചെയ്യുന്ന. നമ്മളിപ്പോ ഒരു 24 ടേബിള്, ഒരു 30 അലമാരി, ഇതൊക്കെ നമ്മൾ ഗവൺമെന്റിന്റെ ഓർഡർ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇതാണ് സോഫ്റ്റ് ഫോം അല്ല, ലാറ്റക്സ് വരുന്നത്. ഇത് ഇത് കണ്ടില്ലേ, ഇതിനകത്ത് കൊയറും വരുന്നുണ്ട്, ലാറ്റക്സും വരുന്നുണ്ട്. ഇത് പെപ്സിന്റെ ഹിപ്നോസ് എന്ന് പറഞ്ഞൊരു മോഡലാണ്. ഇത് അത്യാവശ്യം നമുക്ക് 75-72 വരുന്നത്. ഇതിന്റെ പ്രൈസ് വരുന്നത് നമുക്കൊരു 16,000 ഒക്കെ വരും. പക്ഷെ ഇതിന്റെ പില്ലോയും ലാറ്റക്സ് ആണ് വരുന്നത്. അപ്പൊ ഒരു ലാറ്റക്സിന്റെ ഒരു പില്ലോയ്ക്ക് ഒരു 3,500-4,000 വില വരുന്നുണ്ട് കേട്ടോ, ഒരു പില്ലോയ്ക്ക് വരുന്നുണ്ട്. പിന്നെ ഇത് നമ്മള് ഹയറിന്റെ ബെഡ്. ഈ ബെഡൊക്കെ നമുക്ക് 75-60, 6.5, 8 ഇഞ്ചിന് നമുക്കൊരു 10 രൂപയ്ക്കൊക്കെ കൊടുക്കാം. പിന്നെ നമ്മുടെ കസ്റ്റമേഴ്സ് ഒക്കെ വരുവാണെങ്കിൽ, നിങ്ങളുടെ പേരിൽ വരുവാണെങ്കിൽ നമുക്ക് ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കാം. അത് സ്പെഷ്യൽ നിങ്ങളുടെ വീഡിയോയ്ക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരുപാട് കസ്റ്റമേഴ്സ് വന്നിട്ട് നമ്മൾ കർണാടകയ്ക്കൊക്കെ ഒരുപാട് സാധനം വിട്ടിട്ടുണ്ട്. കർണാടകയിലൊക്കെ ഒരുപാട് സാധനം വിട്ടിട്ടുണ്ട്. പിന്നെ ഇത് 75-60 പിന്നെ 75-72. ഇത് 75-72 നമുക്ക് 10 ഇഞ്ച് വരുന്നുണ്ട് തിക്നെസ്. പില്ലോ ടോപ്പാ. പിന്നെ ഇതിന്റെ ഉള്ളിൽ എല്ലാവരും ബെൽറ്റ് അടിക്കാറില്ല, നമ്മൾ ബെൽറ്റ് അടിച്ചിട്ടാണ് ചെയ്യുന്നത്. സ്പ്രിംഗ് ആണ്. നമുക്കൊരു 11,500 കൊടുക്കാൻ പറ്റും. അത് നമ്മൾ കോമ്പറ്റേറ്റീവ് ആയിട്ട് വിൽക്കാൻ പറ്റും. ഇല്ല, നമുക്ക് ഇതിനൊക്കെ കൂടെ പില്ലോ കൊടുക്കാം. പിന്നെ ഇത് ഫ്ലോറിഡ് എന്ന് പറഞ്ഞ സാധനമാണ്. അപ്പൊ ഇതിന്റെ ക്വാളിറ്റി കുറച്ചും കൂടെ പ്രീമിയം ആണ്. ഇപ്പൊ ഇതിന്റെ നമുക്കൊരു കോസ്റ്റ് വരുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഇതിന് MRP ഞാനിപ്പോ പറഞ്ഞത്
നമ്മൾ ഡിസ്കൗണ്ട് ചെയ്തിട്ടുള്ള റേറ്റ് ആട്ടോ പറഞ്ഞത്. MRP എന്ന് പറഞ്ഞാൽ നമുക്കൊരു 17,000 18,000 MRP വരുന്ന ബെഡുകളാണ് നമ്മൾ ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ, അല്ലാണ്ട് MRP പ്രൈസ് അല്ല. ഇതിപ്പോൾ നമുക്ക് 75 60 6 ഇഞ്ചൊക്കെ വരുന്നത് നമുക്ക് കേരളത്തിലെ പ്രൈസ് എന്ന് പറഞ്ഞാൽ 18,440 രൂപ. നമുക്കൊരു 4 MRP. ഇത് നമുക്കൊരു 15 രൂപയ്ക്കൊക്കെ കൊടുക്കാം. ആ പിന്നെ നമുക്ക് ഒരുപാട് ബെഡുകളുണ്ട്. പിന്നെ ഏത് വേണമെങ്കിലും നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഡെലിവറി സൗകര്യത്തിൻ്റെ എന്താണെന്ന് വെച്ചാൽ നമ്മളിവിടെ കോമ്പറ്റേറ്റീവ് ആയിട്ട് വിൽക്കുന്നത്, പക്ഷെ നല്ല സാധനങ്ങളൊക്കെ കൊടുക്കുന്നത്. നമുക്ക് ഡെലിവറി എക്സ്ട്രാ വരും. പിന്നെ ബൾക്ക് ഓർഡർ ആണെങ്കിൽ നമ്മൾ ഡെലിവറി ചെയ്ത് കൊടുക്കും. നമ്മളിപ്പോൾ കർണാടകയ്ക്കൊക്കെ ചെയ്തതെന്ന് വെച്ചാൽ അവർ റിട്ടേൺ വണ്ടി വിളിച്ച് സാധനം ഇവിടെ എത്തിച്ച് നമ്മൾ ഡെലിവറി ചെയ്യാത്തത് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ചൊല്ലി ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ചില ആൾക്കാർ സ്ഥലം പറയുന്നത് അത് കഴിഞ്ഞിട്ട് ഒരു 5 കിലോമീറ്റർ പോകേണ്ടി വരും. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഈ സാധനങ്ങളൊക്കെ മേളിലേക്ക് എത്തിക്കാന്ന് വെച്ചാൽ ഫർണിച്ചർ ഭയങ്കര വെയിറ്റുള്ള സാധനം. അപ്പോൾ ഈ സാധനം മേളിലേക്ക് എത്തിക്കാന്ന് വെച്ചാൽ നമ്മൾ എക്സ്ട്രാ 2-3 പേരെ വിടേണ്ടി വരും. അപ്പോൾ അങ്ങനത്തെ കോസ്റ്റിൽ നമുക്ക് ഇത് മീറ്റ് ചെയ്ത് പോകുന്നില്ല. അതുകൊണ്ടാണ്. പക്ഷെ നമ്മൾ എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കും കസ്റ്റമറിന്. അതും വേറെ കാര്യമുണ്ട്, നമ്മൾ വിളിക്കുന്ന ആളെന്ന് പറഞ്ഞാൽ നമ്മുടെ കട്ടിൽ മേടിച്ചാൽ സെറ്റ് ചെയ്ത് കൊടുക്കും, അലമാര മേടിച്ചാൽ സെറ്റ് ചെയ്ത് കൊടുക്കും, എവിടെയെന്ന് വെച്ചാൽ അവർ എത്തിച്ചു കൊടുക്കും. വണ്ടിക്കൂലിയും മിതമായ രീതിയിൽ മേടിക്കുന്ന ആൾക്കാർ നമ്മളുള്ളൂ. കാരണം വെച്ചാൽ ഈ ഡെലിവറി ചെയ്യുമ്പോഴും നമ്മളെയാണ് ബാധിക്കുന്നത്. ഇപ്പോൾ പ്രൈസ് കൂടുതൽ മേടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളെയാണ് ബാധിക്കുന്നത്. അപ്പം നമ്മൾ അങ്ങനെയുള്ളവർ മാത്രം നോക്കിയിട്ട് നമ്മൾ വിടുകയുള്ളൂ. EMI എന്ന് വെച്ചാൽ നമ്മൾ ബജാജിന്റെ EMI ഉണ്ട്. ആർക്ക് വേണമെങ്കിലും സിവിൽ സ്കോർ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ 1 2 3 എല്ലാം ഇവിടെ നിന്ന് നമുക്ക് ബജാജിന്റെ സ്റ്റാഫ് ഇവിടെ ഉണ്ട്. ഒരു 30 മിനിറ്റ് മാക്സിമം. ഒരു 15-20 മിനിറ്റ് കൊണ്ട് പരിപാടി തീർന്ന് അവർക്ക് പോവാം. സാധനം ഓക്കെ ആണെങ്കിൽ 15 മിനിറ്റ് കൊണ്ട് ഇനിയിപ്പോൾ കാർഡ് ഇല്ലാത്ത കസ്റ്റമർ ആണെങ്കിൽ നമ്മൾ കാർഡ് വരെ എടുത്തു കൊടുക്കുന്നുണ്ട്. എല്ലാ സൗകര്യം നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ. അപ്പോൾ നമ്മൾ അടുത്ത ഇനി പുതിയ മോഡൽസും കാര്യങ്ങളും അടുത്ത സെഗ്മെന്റിനെ കുറിച്ചൊക്കെ വീഡിയോസ് നമ്മൾ അടുത്ത വീഡിയോസിൽ ചെയ്യുന്നതാണ്. ഇപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും.